പൊതുജനാരോഗ്യ മേഖലയെ ഞെട്ടിക്കുന്നതും മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതുമായ ഒരു വാർത്തയാണ് തൃശൂർ ജില്ലയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. തൃശൂർ സ്വദേശിയായ സനൂപ് എന്ന യുവാവിന്റെ ജീവിതം ഒരു ചികിത്സാ പിഴവ് മൂലം ഇരുളടഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു. കേവലം മുട്ടുവേദനയ്ക്ക് പരിഹാരം തേടി ആശുപത്രിയിലെത്തിയ സനൂപിന് ഇന്ന് തന്റെ ഇരു കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിനും ഒരു ഡോക്ടർക്കുമെതിരെ സനൂപിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവതരമാണ്. ടൈൽസ് പണിക്ക് പോയാണ് സനൂപ് തന്റെ കുടുംബം പോറ്റിയിരുന്നത്. അധ്വാനിയായ ആ യുവാവിന്റെ വരുമാനമായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്വാസം. എന്നാൽ കാലക്രമേണ അനുഭവപ്പെട്ട മുട്ടുവേദന സനൂപിന്റെ ജോലിക്ക് തടസ്സമായി. ജോലി തുടരാൻ കഴിയാതെ വന്നതോടെയാണ് വിദഗ്ധ ചികിത്സ തേടി 2023 സനൂപ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നത്. എന്നാൽ ആ തീരുമാനം സനൂപിന്റെയും കുടുംബത്തിന്റെയും ജീവിതം തകർക്കുന്ന ഒന്നായി മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആശുപത്രിയിലെ സൗകര്യങ്ങളുടെ പരിമിതിയും ജീവനക്കാരുടെ അനാസ്ഥയുമാണ് സനൂപിന്റെ അവസ്ഥ ഇത്രത്തോളം വഷളാക്കിയതെന്ന് മാതാവ് വത്സല ആരോപിക്കുന്നുണ്ട്. സനൂപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കിടക്കാൻ ഒരു കട്ടിൽ പോലും നൽകാതെ തറയിലാണ് കിടത്തിയിരുന്നതെന്ന് വത്സല വേദനയോടെ ഓർക്കുന്നുമുണ്ട്. ചികിത്സയുടെ ഭാഗമായി കയ്യിൽ ക്യാനുല ഇട്ടിരുന്നു. എന്നാൽ ക്യാനുല ഇട്ട ഭാഗത്ത് അസഹനീയമായ വേദനയും നീരും അനുഭവപ്പെടുന്നതായി സനൂപ് നഴ്സുമാരോട് പലതവണ പരാതിപ്പെട്ടിട്ടും അവർ അത് ഗൗനിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇതേ തുടർന്നുണ്ടായ ഇൻഫെക്ഷൻ ആണോ ആരോഗ്യനില വഷളാക്കിയതെന്ന സംശയം കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട്. മുട്ടുവേദനയുമായി എത്തിയ സനൂപിന്റെ ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയും തുടർന്ന് ICUവിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് കണ്ണുകൾക്ക് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഈ ശസ്ത്രക്രിയ എന്തിനു വേണ്ടിയാണെന്നോ മുട്ടുവേദനയ്ക്ക് ചികിത്സ തേടിയ ആൾക്ക് എങ്ങനെ കണ്ണുകൾക്ക് അസുഖം ബാധിച്ചുവെന്നോ ഉള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നുണ്ട്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ശസ്ത്രക്രിയയ്ക്ക് ശേഷം സനൂപിന്റെ കണ്ണിലെ കൃഷ്ണമണികൾ നീക്കം ചെയ്തു എന്നതായിരുന്നു. കൃഷ്ണമണികൾ നീക്കം ചെയ്യുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയയാണെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇതോടെ പൂർണ്ണമായും അന്ധനായി മാറിയ സനൂപ് ഇന്ന് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. മെഡിക്കൽ കോളേജിലെ അനുഭവങ്ങൾക്ക് പുറമെ തുടർ ചികിത്സയ്ക്കായി തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ നേരിട്ടത് അതിക്രൂരമായ മറ്റൊരു അനുഭവമായിരുന്നു. ഡോക്ടർ പ്രവീൺ എന്ന ഡോക്ടർക്കെതിരെയാണ് കുടുംബം ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി മരുന്ന് ലഭിക്കുന്നതിന് ഡോക്ടറുടെ ഒപ്പ് ആവശ്യമായിരുന്നു. എന്നാൽ ഈ ഒപ്പിനായി മുറിയിൽ കയറിയ സനൂപിന്റെ അമ്മ കണ്ടത് മറ്റൊരു സ്ത്രീ ഡോക്ടർക്ക് പണം നൽകുന്നതാണ്. ഇത് താൻ ശ്രദ്ധിച്ചുവെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ രോഷാകുലനായി തന്റെ കയ്യിലുണ്ടായിരുന്ന ചികിത്സാ രേഖകൾ വലിച്ചെറിഞ്ഞുവെന്ന് വത്സല പറയുന്നുണ്ട്. തുടർച്ചയായി 3 ദിവസത്തോളം സനൂപിനെ പരിശോധിക്കാൻ ഈ ഡോക്ടർ തയ്യാറായില്ല. ഒടുവിൽ ഗതികെട്ട് നാട്ടുകാർ ചായ കുടിക്കാൻ നൽകിയ ചെറിയ തുകകൾ സ്വരൂപിച്ച് ഡോക്ടറുടെ ടൗണിലുള്ള സ്വകാര്യ ക്ലിനിക്കിൽ പോയി 1500 രൂപ കൺസൾട്ടേഷൻ ഫീസ് നൽകിയപ്പോഴാണ് തൊട്ടടുത്ത ദിവസം സനൂപിനെ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായതെന്നും കുടുംബം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. ഈ ക്രൂരതകൾക്കെതിരെ സനൂപും മാതാവ് വത്സലയും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം. ആരോഗ്യരംഗത്തെ ഇത്തരം ജീർണതകൾ അവസാനിപ്പിക്കണമെന്നും സനൂപിന്റെ ജീവിതം തകർത്തവർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്നുമാണ് അവരുടെ ആവശ്യം. ഈ സംഭവത്തിൽ പ്രധാനമായും അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ എങ്ങനെയാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്? അതോടൊപ്പം ICUവിൽ കഴിഞ്ഞ സമയത്ത് കൃത്യമായ ചികിത്സയും വിവരങ്ങളും നൽകുന്നതിൽ വീഴ്ചയുണ്ടായോ? പാവപ്പെട്ട രോഗികളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നുവെന്ന ആരോപണം നേരിടുന്ന ഡോക്ടർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുമോ? സനൂപിന്റെ കുടുംബം ഉന്നയിക്കുന്ന ഈ പരാതികൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. നിർധനരായ മനുഷ്യർക്ക് ഏക ആശ്രയമായ സർക്കാർ ആശുപത്രികളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങളിലുള്ള വിശ്വാസം തകർക്കാൻ ഇടയാക്കും. സനൂപിന് ഇനിയൊരു മടക്കയാത്ര സാധ്യമാകുമോ എന്ന് അറിയില്ലെങ്കിലും ഇത്തരം പിഴവുകൾ വരുത്തിയവർ ശിക്ഷിക്കപ്പെടേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്.